Hare Krishna, Hare Krishna, Krishna Krishna. പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി കുറെ പ്രഭുപാദിന്റെ ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങളെ രേഖപ്പെടുത്തി വെച്ചൊരു ബുക്കുണ്ട്. മെമ്മറീസ് ഓഫ് ശീല പ്രഭുപാദ് എന്നാണ്. മെമ്മറീസ് എന്നാണ് എൻ്റെ പേര്. അപ്പം അതിൽ 3 വോള്യം ബുക്കുണ്ട്. അപ്പം അതിൽ ഒരു വോള്യത്തിൽ വായിച്ചൊരു കാര്യമാണ് പറയുന്നത്. അപ്പം അതിൽ ഗൗരിദാസ് പണ്ഡിറ്റൻ എന്ന് പറഞ്ഞൊരു ഡിവോട്ടി അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം പറയാണ്. അപ്പം ഒരു വട്ടം പ്രഭുപാദ് വൃന്ദാവനത്തിലിരിക്കുന്ന സമയത്ത് പ്രഭുപാദിന്റെ റൂമിന്റെ ബാക്കിലൊരു ഗാർഡൻ പോലെ ഉണ്ട്, ചെറിയൊരു ഗാർഡൻ. അപ്പം പോയവർക്ക് അറിയാൻ പറ്റും അത് അപ്പം അവിടെ ഇരുന്ന് പ്രഭുപാദ് ഇരിക്കുക. അപ്പം കുറച്ച് ശിഷ്യന്മാർ ചുറ്റിരിപ്പുണ്ട്. അപ്പോൾ ഒരു ഡിവോട്ടി, ഒരു സന്യാസി അവിടെ വന്നു പ്രഭുപാദ് ഇരിക്കുന്ന സ്ഥലത്ത്. പ്രഭുപാദിന് ശരിക്കും കാണാൻ പറ്റിയില്ല, പക്ഷെ അദ്ദേഹം ഏറ്റവും ബാക്കിൽ വന്നിരുന്നപ്പം പ്രഭുപാദ് തന്റെ ശിഷ്യനോട് ചോദിച്ചു, അതാരാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം സ്വരൂപ് ദാമോദർ മഹാരാജാണ് വന്നിരിക്കുന്നതെന്ന് പ്രഭുപാദിനോട് പറഞ്ഞു. പ്രഭുപാദിന്റെ ശിഷ്യനാണ് സ്വരൂപ് ദാമോദർ മഹാരാജ്. അപ്പം അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം TD സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറായിരുന്നു, ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം സയന്റിഫിക്കൽ ഇതാണ് ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം പിന്നെ പ്രഭുപാദിന്റെ ശിഷ്യനായിട്ട് സന്യാസം എടുത്തിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹമാണ് ഈ ഭക്തിവേദാന്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ സ്ഥാപിച്ചത്. ഈ സയന്റിഫിക് ആയിട്ടുള്ള ഇതിനെ കൂടുതലായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ആൾക്കാർക്കിടയിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ ഈശ്വരാബോധത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അപ്പം ഭൂരിപക്ഷം സയന്റിസ്റ്റുകളും നിരീശ്വരവാദമാണ് പിന്തുടരുന്നത്. അപ്പം ഇതേപോലത്തെ പ്രഭുപാദിന്റെ ശിഷ്യൻ ആ വേർഡ് സയന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന വേർഡ് യൂസ് ചെയ്തിട്ട് ഈശ്വരാബോധത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ സർവീസ്, പ്രഭുപാദ് കൊടുത്ത സർവീസ്. അപ്പം ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേന് പ്രഭുപാദ് തന്റെ അടുത്തിരിക്കുന്ന ശിഷ്യനോട് പറഞ്ഞു, അദ്ദേഹത്തിനെ അടുത്ത് വിളിക്കാനായിട്ട് പറഞ്ഞു. അടുത്ത് വിളിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ സ്വരൂപ് ദാമോദർ മഹാരാജ് അടുത്ത് വന്നു. പ്രഭുപാദിനെ നമസ്കരിച്ചിട്ട് അടുത്തിരുന്നു. പിന്നെ പ്രഭുപാദിനോട് നിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴത്തേന് സ്വരൂപ് ദാമോദർ മഹാരാജ് പറഞ്ഞു, ബോംബെയിൽ അവരൊരു കോൺഫറൻസ് ചെയ്തു. ഈ ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞ അതായത് ജീവനിൽ നിന്നാണ് വരുന്നത്, ഭൗതിക വസ്തുക്കളിൽ നിന്നല്ല എന്ന് അത് സ്ഥാപിക്കാനായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് ഉള്ളൊരു കോൺഫറൻസ് അവർ ചെയ്തു. ഒരുപാട് പേര് വന്നു, അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ സ്വരൂപ് ദാമോദർ മഹാരാജ് പറഞ്ഞു. അപ്പം പറഞ്ഞപ്പം പ്രഭുപാദ് പെട്ടെന്ന് ചിരിച്ചു, സന്തോഷത്തോടെ ചിരിച്ചിട്ട് പ്രഭുപാദ് ഇങ്ങനെ അവിടെ പറഞ്ഞു, I appear in this world to establish Krishna as the Supreme Personality of Godhead and to defeat all the atheistic scientists എന്നാണ് പ്രഭുപാദ് അപ്പ അവിടെ പറഞ്ഞത്. ഞാൻ ഈ ലോകത്തിൽ വന്നത് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് സ്ഥാപിക്കാനും നിരീശ്വരവാദപരമായിട്ടുള്ള ഈ തത്വചിന്ത പിന്തുടരുന്ന ഈ സയന്റിസ്റ്റുകളെ തോൽപ്പിക്കാനുമാണ് എന്ന് ഇങ്ങനെ പ്രഭുപാദ് അവിടെ വെച്ച് പറഞ്ഞു. അപ്പം ഈ പ്രഭു പറയുന്നത് പ്രഭുപാദിന്റെ മനോഭാവവും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും എന്താണെന്ന് ആ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്.